ഇന്നത്തെ എപ്പിസോഡിൽ നയന തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അച്ഛൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതൊക്കെ ആവും. പെട്ടെന്ന് നയന സ്വപ്നം കാണാം. അപ്പോൾ നയന ആകെ പേടിച്ചിട്ട് ഞെട്ടി എണീക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുമ്പോൾ ദേവയാനി അവിടേക്ക് വരും. മോൾ എന്തിനെങ്ങനെ വിഷമിക്കണേ, മോളിങ്ങനെ കരയല്ലേ എന്നിങ്ങനെ പറയും. പിന്നെ ഞാൻ എന്താ ചെയ്യാം അമ്മ, ആദർശേട്ടൻ എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പണ്ട് സ്നേഹമില്ലാത്ത കാലത്തൊക്കെ ആദർശേട്ടൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിലും അപ്പോൾ എനിക്കതൊന്നും ഒരു സങ്കടമായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല അമ്മ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അത് മാത്രമല്ല എൻ്റെ വിഷമം, മുന്നൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് തരുന്ന എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ചനൊക്കെ ഇപ്പോൾ എനിക്കൊരു വിലയും തരുന്നില്ല. അവരെൻ്റെ കൂടെ നിൽക്കുന്നു പോലുമില്ല. എൻ്റെ ഭാഗം കേൾക്കാനും അവർ തയ്യാറാവുന്നില്ല. എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല അമ്മേ, എനിക്ക് ആകെ എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ദേവേനെ പറയും, മോളെന്തായാലും നിൽക്കുക, അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. അപ്പോൾ അമ്മ ഒന്നും ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. ഞാനൊന്നും പറയുന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും എന്താ കാര്യം എന്നൊന്നും അറിയാൻ പറ്റുമെന്ന് അറിയാമല്ലോ എന്ന് പറയും കേട്ടോ. അങ്ങനെ ആദർശം അവിടെ ഇരിക്കുമ്പോൾ ദേവയാനി പോവാണ്. പണ്ട് നിനക്ക് അവൾക്ക് ആ സമ്മാനം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, എന്നിട്ട് ആ പരിപാടിക്ക് നീ എന്നെ ഉന്തിത്തള്ളി പറഞ്ഞയച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദർശം ചോദിക്കും, അതൊക്കെ ഇപ്പോൾ എന്തിനാ അമ്മ ഇപ്പോൾ പറയുന്നത് ചോദിക്കും. അല്ല, എന്നിട്ട് ആ ഭാര്യയോട് നിനക്കിപ്പോൾ ഭയങ്കര ദേഷ്യമല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കിനി അവളെന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അവളെന്നെ ഡിവോഴ്സ് ചെയ്താലും എനിക്കിനി ഒരു കുഴപ്പമില്ല, ബന്ധം വേർപിരിയലിൻ്റെ വക്കീൽ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കണേന്നൊക്കെ പറയട്ടോ. അപ്പോൾ ദേവേനിക്ക് ആകെ ടെൻഷനാവും. അതിനുശേഷം ആദർശിനോട് ദേവേനി പറയും, അപ്പം നീ അവളെ ഇതാക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ ജ്വല്ലറിയുടെ അതൊക്കെ ആകെ ഇടിയില്ലേ എന്നൊക്കെ പറയട്ടോ. അതൊന്നും കുഴപ്പമില്ല, പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പൊക്കോളും എന്നൊക്കെ തന്നെ പറയട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ടും ദേവയാനി സംസാരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.